എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് വിചാരിച്ച പോലെ ഒന്നും നടക്കാത്ത, നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം ഉണ്ടായ ദിവസമാണെന്ന്. അപ്പോൾ അമ്മ കുറച്ച് ദിവസമായി ഇവിടെ നിൽക്കുക കാരണം കൊണ്ട് അമ്മ ഒന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അമ്മ അമ്പലത്തിൽ ഒന്ന് തൊഴാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മ അമ്പലത്തിലേക്ക് തൊഴാൻ പോയപ്പോഴേക്കും ഞാൻ ഭക്ഷണം കഴിച്ചു. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു. അമ്മയും മോളും കഴിക്കാതെയാണ് പോയത്. മോൾക്കൊന്ന് പരീക്ഷ ഉണ്ട്, അത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ അവളും കൂടി പോയിട്ടുണ്ട് അമ്മമ്മയുടെ കൂടെ അമ്പലത്തിലേക്ക്. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഞാൻ കുളിയും തുണി കഴുകലൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിച്ചണിൽ കയറി പതിവ് പോലെ ഉച്ചയ്ക്കുള്ള ലഞ്ച് തയ്യാറാക്കലാണ്. അതങ്ങനെ തന്നെയാണ് എല്ലാ പ്രാവശ്യവും. ഞാൻ ഒരുപാട് വ്ളോഗിൽ അത് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ പതിവ് പോലെ എല്ലാം നടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ വിചാരിക്കാത്ത ഒരു സംഭവം ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകി കുളിക്കട്ടെ എന്നും വിചാരിച്ച് നിൽക്കുകയാണ്. അമ്മയും മോളും അമ്പലത്തിലേക്കും പോയിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ചോറും ചുക്കുകളും മുറ്റത്താണ് വെക്കണത്. വെയിലാവണതിൻ്റെ മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറൊക്കെ വാർത്ത് വയ്ക്കുകയാണ് കേട്ടോ. ചോറ് വാർത്തതിൻ്റെ ശേഷം ഞാനത് ഒന്ന് ഇപ്പോൾ ഈ പുറത്തുള്ള ഈ വിറകിൻ്റെ അടുപ്പാകുമ്പോഴേ നമുക്ക് നല്ല സൗകര്യമാണല്ലോ. അതിൽ വെള്ളം വറ്റിക്കാൻ വേണമെങ്കിൽ ഒന്നും കൂടി അതിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല വലിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ പുറത്ത് തീ കത്തിക്കുമ്പോൾ അങ്ങനെ ചെയ്യും കേട്ടോ. മറ്റേത് ഈ അതിലേക്ക് ഇറക്കി വെക്കുകയാണല്ലോ ഉള്ളിലാവുമ്പോൾ, കിച്ചണിലാവുമ്പോൾ. ഇതാവുമ്പോൾ ഇങ്ങനെ സൗകര്യമായിട്ട് ആ കനയിലിങ്ങനെ വെച്ചാൽ അതങ്ങനെ ഇതാവില്ല. വെള്ളം വാർന്ന് കിട്ടും. അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അത് വാർന്ന് കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും അമ്മയും മോളും കൂടി അമ്പലത്തിലും പോയി വന്നിട്ട് പിന്നെ കുളി കഴിഞ്ഞ് ഞാൻ നേരെ പോയത് കിച്ചണിലേക്കല്ല, ഹോസ്പിറ്റലിലേക്കാണ്. എനിക്കല്ല കേട്ടോ, ഏട്ടന് തീരെ വയ്യാതെ ഈ കാലുമ്പിൽ ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. വണ്ടിയുടെ സ്റ്റാൻഡ് തട്ടിയിട്ട്. പിന്നെ കുറച്ച് ഡയബറ്റിക്കുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആ മുറി പഴുത്ത് അധികമായിട്ട് വേദന സഹിക്കാൻ വയ്യാതെയായി. ഇന്നലെ രാത്രി അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഡോക്ടർ പറഞ്ഞു നേരെ അഡ്മിറ്റ് ആക്കണമെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി തുണിയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് മോളേനെ പരീക്ഷയ്ക്ക് ആക്കാൻ വേണ്ടിയിട്ട് മോളെ പരീക്ഷയ്ക്ക് ആക്കാൻ വേണ്ടി ബസ്സിൻ്റെ അങ്ങോട്ട് ആക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ കുന്നംകുളം റോയലിലാണ് കേട്ടോ അഡ്മിറ്റ് ആയിട്ടുള്ളത്. ആദ്യം പോയി കാണിച്ചത് അവിടെ അടുത്തുള്ള കുഞ്ഞാടാണ്. അവിടുന്ന് പിന്നെ റോയലിലേക്ക് സർജനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ റോയലിൽ ഇന്നലെ രാത്രി മുതൽ അഡ്മിറ്റായി. അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് നമ്മൾ വിചാരിക്കാത്തൊരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആകെ ഒരു ടെൻഷനായി. അപ്പോൾ ഞാൻ അതിൻ്റെ രാത്രി ഞാൻ ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ, ഇപ്പോൾ ഏട്ടന് വേദനയ്ക്കൊന്നും കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ എടുത്തു വെച്ചതാണ്. അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യണു.